മഹാനായ നീതിജ്ഞനും പണ്ഡിതനുമായ ചാണക്യൻ തന്റെ ശിഷ്യനായ ചന്ദ്രഗുപ്തനുമായി ഒരു പുരാതന വൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു. ഗൗരവമേറിയ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, ചാണക്യൻ, ചന്ദ്രഗുപ്ത, ഇന്ന് ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോകുകയാണ്. എന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുക. കാരണം ഈ കാര്യങ്ങൾ നിന്റെ ജീവിതകാലം മുഴുവൻ പ്രയോജനപ്പെടും. ഇന്ന് ഞാൻ നിനക്ക് നൽകാൻ പോകുന്ന ഈ ഉപദേശം അമൂല്യമാണ്. ഈ കാര്യങ്ങൾ നീ എപ്പോഴും ഓർക്കണം. കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആര് വിളിച്ചാലും നീ പോകാൻ പാടില്ലാത്ത 7 സ്ഥലങ്ങളെക്കുറിച്ചാണ്. ആരെങ്കിലും ക്ഷണിച്ചാൽ പോലും അവിടുത്തെ കാര്യങ്ങൾ അറിയാതെ അങ്ങോട്ട് പോകാൻ നീ ആലോചിക്കുക പോലും ചെയ്യരുത്. അറിയാതെ പോലും നീ അവിടേക്ക് പോകരുത്. കാരണം ഒരു സാധാരണ ചിന്താഗതിക്കാരന്റെ സ്വഭാവം വളരെ മൃദുവാണ്. അയാൾ വളരെ എളുപ്പത്തിൽ ആരുടെയെങ്കിലും കെണിയിൽ വീഴാൻ സാധ്യതയുണ്ട്. പലപ്പോഴും അവന്റെ നിഷ്കളങ്കത അവനെ കൊടുക്കുന്നു. നീ നിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നീ പലപ്പോഴും ആ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നീ പ്രാവർത്തികമാക്കണം. എന്റെ വാക്കുകൾ ആഴത്തിൽ ശ്രദ്ധിക്കുകയും വേണം. ചന്ദ്രഗുപ്തൻ ആകാംക്ഷയോടെ പറഞ്ഞു. ചന്ദ്രഗുപ്തൻ, ഗുരുദേവ, അങ്ങ് പറഞ്ഞാലും ഞാൻ ശ്രദ്ധയോടെ കേൾക്കാം. ചാണക്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചാണക്യൻ, ശരി എന്റെ പുത്ര, എന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. ഞാൻ നിനക്ക് നൽകിയ ഈ 7 കാര്യങ്ങൾ ഞാൻ വിശദമായി പറഞ്ഞു തരാം. ഈ കാര്യങ്ങൾ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന് മാത്രമല്ല, ഒരു രാജാവ് എന്ന നിലയിലും ഒരു യോദ്ധാവ് എന്ന നിലയിലും ഒരു മനുഷ്യൻ എന്ന നിലയിലും ഉപകാരപ്രദമാകും. ഇത് ശാസ്ത്രങ്ങളെയും വേദങ്ങളെയും എന്റെ സ്വന്തം നയങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. അർത്ഥശാസ്ത്രത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപകടത്തെ മുൻകൂട്ടി തിരിച്ചറിയുന്നവനാണ് ബുദ്ധിമാൻ. അപ്പോൾ നമുക്ക് ഓരോന്നായി ഈ 7 സ്ഥലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഓരോന്നിനെക്കുറിച്ചും ഞാൻ വിശദീകരിക്കും, ഉദാഹരണങ്ങൾ നൽകും, കാരണങ്ങൾ വ്യക്തമാക്കും. എന്തിനാണ് ഈ സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടില്ലാത്തതെന്നും ഞാൻ പറഞ്ഞുതരും. ഈ അറിവ് നിന്നെ അജയ്യനാക്കും. ഒന്നാമത്തെ സ്ഥലം, നിന്റെ അഭിമാനത്തിന് വിലയില്ലാത്ത ഒരിടം, അവമതിപ്പുണ്ടാകുന്നിടം. ചാണക്യൻ ഒരു ദീർഘനിശ്വാസം എടുത്തു തുടങ്ങി. ചാണക്യൻ, ആദ്യം ചന്ദ്രഗുപ്ത കേൾക്കൂ. ജീവിതത്തിലെ ഏറ്റവും വലിയ ധനം എന്താണ്? മഹത്വം, ആദരം. നിനക്ക് ഒരു വിലയുമില്ലാത്ത ആളുകൾ നിന്നെ അവജ്ഞയോടെ കാണുന്ന, നിന്ദിക്കുന്ന, അല്ലെങ്കിൽ നിന്റെ സാന്നിധ്യത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരിടം. അങ്ങോട്ട് ഒരുങ്ങാതെ കാലെടുത്ത് വയ്ക്കുന്നത് മരണത്തിന് തുല്യമാണ്. എന്തുകൊണ്ട്? കാരണം മനുഷ്യന്റെ മനസ്സ് വളരെ ദുർബലമാണ്. അപമാനം അവനെ തകർത്തു കളയും. ഒരു രാജാവായിരുന്നിട്ടും നിനക്ക് അപമാനമുണ്ടായാൽ നിന്റെ രാജ്യം എങ്ങനെ ഭരിക്കും? അപമാനത്തിന്റെ ഊർജം അത്രയ്ക്ക് അപകടകരമാണ്. അത് നിന്റെ ആത്മാവിനെ ദ്രവിപ്പിക്കും. നിന്റെ തീരുമാനമെടുക്കാനുള്ള കഴിവിനെ ദുർബലപ്പെടുത്തും. നിന്നെ ദുർബലനാക്കി മാറ്റും. വാസ്തുശാസ്ത്രത്തിലും വേദങ്ങളിലും ആത്മാഭിമാനത്തിന് പരമോന്നത സ്ഥാനം നൽകിയിരിക്കുന്നു. ഋഗ്വേദത്തിൽ പറയുന്നു, ഒരു വ്യക്തി തന്റെ മാനം വർദ്ധിക്കുന്ന അന്തരീക്ഷത്തിൽ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ, അല്ലാതെ കുറയുന്ന ഒരിടത്ത് പാടില്ല. ആദ്യം അറിയുക അവിടെ ആരാണുള്ളതെന്ന്. അവർ നിന്റെ മിത്രങ്ങളാണോ അതോ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളാണോ? അവിടുത്തെ അന്തരീക്ഷം നിനക്ക് അനുകൂലമാണോ? അല്ലെങ്കിൽ ഒരു കാരണം പറഞ്ഞ് നീ അത് ഒഴിവാക്കണം. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്ന് പറയുക, പക്ഷെ ഒരിക്കലും പോകരുത്. ഈ സ്ഥലങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വീടായിരിക്കാം. അവിടെ വെച്ച് നീ മുമ്പ് അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ ജാതി, മതം, പദവി എന്നിവയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്ന ഏതെങ്കിലും സഭയായിരിക്കാം. ജീവിതം ചെറുതാണ്. സമയം പാഴാക്കരുത്. വേദങ്ങളിൽ പറയുന്നു, ആദരിക്കപ്പെടുക, അപമാനിക്കപ്പെടരുത്. അപമാനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. കാരണം അപമാനം കലാപത്തിന്റെ വിത്താണ് വിതയ്ക്കുന്നത്. അർത്ഥശാസ്ത്രത്തിൽ ഞാൻ വിശദമായി എഴുതിയിട്ടുണ്ട്, ഒരു നീതിമാനായ രാജാവ് എപ്പോഴും തന്റെ പ്രശസ്തിയെ സംരക്ഷിക്കണം. കാരണം പ്രശസ്തിയാണ് രാജ്യത്തിന്റെ അടിത്തറ. നിനക്ക് അപമാനം സംഭവിച്ചാൽ നിന്റെ അനുയായികൾ നിന്നെ ദുർബലനായി കണക്കാക്കും. നിന്റെ അധികാരം ദുർബലമാകും. ശാസ്ത്രങ്ങളിൽ ഇതിനെ അപമാനത്തിന്റെ വിഷം എന്നാണ് വിളിക്കുന്നത്. ഇത് ശരീരം പതിയെ പതിയെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് ആലോചിക്കാതെ ഒരിക്കലും പോകരുത്. എപ്പോഴും വിലയിരുത്തുക. അവിടെ നിനക്ക് ആദരം ലഭിക്കുമോ? നിന്റെ വാക്ക് കേൾക്കുമോ? ഇല്ലെങ്കിൽ അകലം പാലിക്കുക. ഈ നിയമം വ്യക്തിപരമായ ജീവിതത്തിന് മാത്രമല്ല, രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിനും നിർബന്ധമാണ്. ഒരു യോദ്ധാവ് എന്ന നിലയിൽ നീ എപ്പോഴും ശക്തമായ നിലയിൽ നിൽക്കണം. അപമാനം ബലഹീനതയുടെ പ്രതീകമാണ്. ബലഹീനത മരണത്തെ ക്ഷണിക്കുന്നു. വേദാന്തത്തിൽ ആത്മാവിന്റെ പരിശുദ്ധിക്ക് ഊന്നൽ നൽകുന്നു. അപമാനം ആ പരിശുദ്ധിയെ മലിനമാക്കുന്നു. അതുകൊണ്ടാണ് ചന്ദ്രഗുപ്ത, ഈ കാര്യം ആഴത്തിൽ മനസ്സിലാക്കുക. ആദരവുള്ള സ്ഥലം മാത്രം തിരഞ്ഞെടുക്കുക. മറ്റുള്ളവയിൽ നിന്ന് അകന്നു നിൽക്കുക. ഈ അറിവ് ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളിലും നിനക്ക് വിജയം നൽകും. അപമാനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് തന്നെയാണ് ബുദ്ധി. എപ്പോഴും ഓർക്കുക, അഭിമാനമാണ് നിന്റെ ഏറ്റവും വലിയ ശക്തി.